ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഓണപരീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് സർക്കിൾ അല്ലെ. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. പക്ഷെ ആ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളെ ഉണ്ടായിരിക്കുള്ളൂ. വേഗം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒരു വൺ ഷോട്ട് ആയിട്ട് അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സാമിന് പഠിക്കണം, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്നത് ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചു തീർത്താലും. ഓക്കെ, അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. അവരൊക്കെ എന്ത് ചെയ്യട്ടെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലൈൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് റെക്ടാംഗിൾ അല്ലെ, ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കും. അപ്പൊ ചതുരം വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ലെങ്ത്തും അതേപോലെ ബ്രെഡ്ത്തും നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് 6 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത് 3 സെന്റിമീറ്റർ ആണ്. സോ ഇത് വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ചതുരം വരയ്ക്കാന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ എന്റെ കുട്ടികൾ ആദ്യം സ്കെയിൽ എടുക്കുക. സ്കെയിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എത്രയാണ്? യെസ്, 6 സെന്റിമീറ്റർ ലെങ്ത് വേണം. അപ്പൊ ഞാൻ സ്കെയിൽ ഒരു 6 സെന്റിമീറ്റർ വരച്ചു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 90 ഡിഗ്രി അല്ലെ, നേരെ കുത്തനെയാണ് എന്ത് വേണ്ടത്. യെസ്, ഇവിടെ നമുക്ക് ചതുരത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ, ചതുരത്തിന് നേരെ ഈ ഒരു ലൈനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് അടുത്ത വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വേണം. അപ്പൊ അതിനാണ് ഞാൻ ആരെ ചൂസ് ചെയ്തത്, സെറ്റ് സ്ക്വയറിനെ ചൂസ് ചെയ്യുന്നത്. സെറ്റ് സ്ക്വയർ ഇതിനകത്ത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ചതുരത്തിന്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ടാണ്. ഞാൻ സെറ്റ് സ്ക്വയർ ഇതേപോലെ ലൈനിൽ അവിടെ വെച്ചു. ഇത് നേരെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, 3 സെന്റിമീറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു. കണ്ടോ, 3 സെന്റിമീറ്ററിലേക്ക് ഒരു ലൈൻ വരച്ചു. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ വെക്കുക. അവിടെയും എന്റെ കുട്ടികൾ 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് 2 ലൈനും വരച്ചു. ദെൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കെയിൽ യൂസ് ചെയ്തിട്ട് നേരെ ആ ലൈന് നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ, നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവണം, 6 സെന്റിമീറ്ററും അതേപോലെ തന്നെ 3 സെന്റിമീറ്ററുള്ള ഒരു റെക്ടാംഗിൾ നിങ്ങൾക്ക് കിട്ടി. സോ റെക്ടാംഗിൾ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമായിരുന്നു എന്ത്, പാരലലോഗ്രാം വരയ്ക്കാൻ അല്ലെ. ഇപ്പൊ 90 ഡിഗ്രി അല്ലാത്ത അല്ലെ, റെക്ടാംഗിളിന്റെ ഫോം പോലെ തന്നെ 90 ഡിഗ്രി അല്ല, പകരം എന്ത് ചെയ്യും, ആംഗിൾ ഇങ്ങനെ ചരിഞ്ഞ് കാണപ്പെടുന്ന രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ്, യെസ്, ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മള് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്ന് വിളിച്ചത് അല്ലെ. ചതുരത്തിന് ഒരു ചവിട്ട് കിട്ടിയ പോലെ ഉണ്ടല്ലേ, ഇങ്ങനെ ചരിഞ്ഞു പോയി. സോ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ? യെസ്, വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത് 5 സെന്റിമീറ്റർ ആണ്. സോ ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പാരലലോഗ്രാമിനെ വരയ്ക്കുക, നേരത്തെ പോലെ തന്നെ ഞാൻ സ്കെയിൽ എടുത്തു കേട്ടോ. ആദ്യം നോക്കേണ്ടത് 8 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററിലുമാണ് എന്റെ കുട്ടികൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ സ്കെയിൽ എടുത്തു, അതിൽ ഞാനത് 8 സെന്റിമീറ്ററിൽ നേരെ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു കേട്ടോ. 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ ഞാൻ ആരെടുത്തു, സെറ്റ് സ്ക്വയർ എടുത്തു കേട്ടോ. സെറ്റ് സ്ക്വയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വാല് നീണ്ടു കിടക്കുന്ന സെറ്റ് സ്ക്വയറിൽ അതാണ് എന്റെ കുട്ടികൾ മാക്സിമം ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സെറ്റ് സ്ക്വയർ ഞാൻ നോക്കിക്കേത് ഇതുപോലെ ഞാൻ വളച്ച് ഈ രീതിയിലാണ് സെറ്റ് സ്ക്വയർ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഞാൻ അത് ആ ലൈനിൽ കൊണ്ടുവച്ചു. എന്നതിന് ശേഷം നോക്കണേ, ഈ ലൈനിന്റെ ഒരറ്റത്തേക്ക് ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി വെച്ചു. കണ്ടോ, ഇപ്പൊ നോക്കിക്കേ, സെറ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ എനിക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള സൈഡ് വരച്ചുകൂടെടാ. ഓക്കെ, അപ്പൊ സെറ്റ് സ്ക്വയർ ഏത് രീതിയിൽ പിടിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സെറ്റ് സ്ക്വയർ ഇതുപോലെ ചരിഞ്ഞു കിടക്കണം. എന്നിട്ട് അത് നിങ്ങൾ നീട്ടി എത്ര വരയ്ക്കുക, 5 സെന്റിമീറ്റർ ലെങ്ത്തില് ആ ഒരു ലൈനും നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇതേപോലെ സെറ്റ് സ്ക്വയർ മാറാതെ ഈ ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ എഡ്ജിലും എന്ത് ചെയ്യണം, ഇവിടെ 5 സെന്റിമീറ്ററിൽ നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. ഓക്കെ ആണോ? ഞാൻ വരച്ചു. അപ്പൊ നമ്മളെ സെറ്റ് സ്ക്വയർ എടുത്തു മാറ്റി ഇതുപോലെ ഉണ്ടായിരിക്കും. ഇനി എന്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി, സ്കെയിൽ യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 8 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും വീതമുള്ള എന്ത് കിട്ടിയതാ, ഒരു പാരലലോഗ്രാം കിട്ടി. അപ്പൊ ഈ ഒരു 2 കാര്യമാണ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ കുട്ടികൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന, വരയ്ക്കാൻ പഠിക്കുന്ന, സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പഠിക്കുന്ന 2 കാര്യങ്ങൾ അല്ലെ. സോ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് മാറുവാടാ, നമ്മള് സർക്കിളിലേക്ക് മാറും. സോ സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. സർക്കിൾ വരയ്ക്കാൻ നമുക്ക് ആര് വേണം, യെസ്, നമുക്ക് എന്തായാലും ഒരു കോമ്പസ് വേണം. അതുപോലെ തന്നെ ഒരു സ്കെയിലും വേണം അല്ലെ. സ്കെയിലിലാണ് നമ്മൾ
ഇതിന് ഓരോ കോമ്പസിന്റെ അളവുകളൊക്കെ എടുക്കുന്നത് സ്കെയിലിലുള്ള അളവ് വെച്ചിട്ടാണ്. സോ എനിക്കൊരു കോമ്പസ് എന്തായാലും മസ്റ്റ് ആണ് ആര് വരയ്ക്കാൻ, സർക്കിൾ വരയ്ക്കാൻ. സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് ഒരു സർക്കിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലെ? സോ കോമ്പസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. സർക്കിളിന് ഒരു പ്രധാനപ്പെട്ട 3 പോയിന്റ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ എന്റെ കുട്ടികൾ എന്തായാലും ഈ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, സർക്കിളുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചൊരു പോയിന്റ് ആണ് സർക്കിളിന്റെ നേരെ നടുവിലുള്ള പോയിന്റിനെ പറ്റി അല്ലെ. സർക്കിൾ വരച്ചതൊക്കെ ഇതേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ നേരെ സെന്ററിൽ കോമ്പസ് കുത്തി നിൽക്കുന്ന അല്ലെ, ആ കോമ്പസ് കുത്തി നിൽക്കുന്ന സർക്കിളിന്റെ നടുവിലുള്ള ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഏത് രീതിയിൽ പേരെടുത്ത് വിളിച്ചത്? സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് വിളിച്ചത് അല്ലെ. ഈ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിന്റെ ഏതറ്റത്തേക്ക് ലൈൻസ് വരച്ചാലും അത് എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ലെങ്തിലായിരിക്കും അല്ലെ. എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കണേ സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. സ്കെയിൽ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എവിടേക്ക് വരച്ചാലും അത് സെയിം ലെങ്തിലായിരിക്കും. അപ്പൊ ദാ സർക്കിളിന്റെ നേരെ നടുവിലാണ് ആ ഒരു പോയിന്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമ്മൾ പഠിച്ച അടുത്തൊരു കാര്യമാണ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരറ്റത്തേക്ക് വരയ്ക്കുന്ന ലൈനിന്റെ പേരാണ് സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം. ഇത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ സർക്കിൾ ഇതാ ഇവിടെയൊക്കെ ഒരു ലൈൻ വരച്ച് ഇതിന്റെ റേഡിയസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. എപ്പോഴും ശ്രദ്ധിക്കണം, കേന്ദ്രത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? സർക്കിളിന്റെ ഒരറ്റത്തേക്ക് ലൈന് പോയാൽ മാത്രമേ നിങ്ങൾ അതിനെ റേഡിയസ് എന്ന് വിളിക്കാവൂ. ഓക്കെ, അപ്പൊ അതിനെ നമ്മളൊരു സ്മോൾ ലെറ്റർ ആർ എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നതും ആയിരിക്കും. എടാ അതേ ലൈന് ഞാൻ സർക്കിളിന്റെ സെന്ററിലൂടെ തന്നെ നീട്ടി ഞാൻ ഇത് ഇപ്പുറത്തേക്ക് നീട്ടി വരച്ചു എന്ന് വിചാരിച്ചോ. 2 ലൈൻ ഇല്ല കേട്ടോ, തട്ടിപ്പോയതാ. ഓക്കെ, ഇതുപോലെ നീട്ടി വരച്ചു സർക്കിളിന്റെ സെന്ററിലൂടെ തന്നെ. അപ്പൊ ആ ഒരു ലൈനിന് നമ്മൾ വിളിച്ചൊരു പേരുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? സർക്കിളിന്റെ അതെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഡയമീറ്ററിന് നമ്മൾ ഡി എന്ന് പറയുന്ന കേട്ടോ, ഡി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സർക്കിളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലൈന് തരും. ഇത് സർക്കിളിന്റെ ഡയമീറ്റർ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അല്ല. കാര്യം എന്താ? സർക്കിളിന്റെ സെന്ററിലൂടെ അല്ല ഈ ഒരു ലൈൻ പോകുന്നത്. അവിടെ മുതൽ അറ്റം വരെ തൊടുന്നുണ്ടെങ്കിലും സർക്കിളിന്റെ സെന്ററിലൂടെ തന്നെ എന്ത് ചെയ്യണം? ഈ ലൈന് പോകണം. ഇനി ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വരച്ചാലോ? ഇങ്ങനെ വരച്ചാലോ? യെസ്, ഇത് നമുക്ക് പറയാം. കാര്യം എന്താ? സർക്കിളിന്റെ സെന്ററിലൂടെയാണ് പോകുന്നത്, ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ സെന്റർ മസ്റ്റ് ആണ്. ആ ഒരു കാര്യം എന്റെ കുട്ടികൾ എപ്പോഴും നോട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി സർക്കിളുമായിട്ട് സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. അതെന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അധിക ക്വസ്റ്റ്യൻസിലും ABC ഓപ്ഷണൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണിത്. 4 സെന്റിമീറ്റർ ആരത്തിൽ അല്ലെ, ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ ആയ ഒരു വട്ടം വരയ്ക്കണം. റേഡിയസ് ആണ്, ആരം 4 സെന്റിമീറ്റർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ രീതിയിൽ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ സ്കെയിൽ എടുത്തു. സ്കെയിലില് എനിക്ക് എന്ത് ചെയ്യണം? കോമ്പസിൽ കണ്ടോ, കോമ്പസില് എനിക്ക് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഓക്കെ, കോമ്പസ് എടുത്തു കേട്ടോ. ഞാന് ഇതിൽ കണ്ടോടാ, ഇതിൽ 4 സെന്റിമീറ്റർ വരെ മതി. 4 സെന്റിമീറ്റർ ആവുന്ന വരെ എനിക്ക് എന്ത് ചെയ്യാം? ഈ പെൻസിൽ കണ്ടോ, നീട്ട് നിങ്ങൾ കുറയ്ക്കുകയും ചെയ്യാറില്ലേ? അത് പെൻസിലില് കറക്റ്റ് 4 സെന്റിമീറ്റർ വരെ എന്ത് ചെയ്യാ? നിങ്ങള് അളവെടുക്കുക. പിന്നീട് നിങ്ങൾ കോമ്പസ് നീക്കാനൊന്നും പാടില്ല കേട്ടോ, പിന്നെ അളവങ്ങ് പോയി പോകും. ദെൻ എന്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതിയടാ? ഈ കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? യെസ്, കറക്റ്റ് ആയിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സർക്കിൾ ഇതാ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4 സെന്റിമീറ്റർ ആരത്തിൽ കേട്ടോ, 4 സെന്റിമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവണം? ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ടാവണം. ദെൻ എന്റെ കുട്ടികളെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് റേഡിയസ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് എഴുതി കൊടുത്താൽ കുറച്ചുകൂടെ ആ ഒരു വൃത്തം കാണാൻ എന്തായിട്ടുണ്ടാവും? ഭംഗിയായിട്ട് മാറും. സോ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ എന്ന് തന്നെ പറയാം.
ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സർക്കിൾ വരയ്ക്കാൻ തന്നെയാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ചതുരം വരയ്ക്കാൻ പഠിച്ചു, നമ്മൾ പാരലലോഗ്രാം വരയ്ക്കാൻ പഠിച്ചു, സർക്കിൾ വരയ്ക്കാൻ പഠിച്ചു, സർക്കിളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ചെറിയൊരു സമയം, വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ടാ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആക്കി. അതുപോലെ തന്നെ നിങ്ങൾ ഇതാ ഈ ഒരു കാര്യം, ഈ ഒരു ബിഗ് ഓഫറും കൂടെ നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കുട്ടികളെ, വളരെ 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 വലിയൊരു ഓഫറാണ് നിങ്ങൾക്ക് നമ്മളെ പുതിയ ഒരു ബാച്ച് ആയിട്ടുള്ള പൃഥ്വി ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് അല്ലെ, നമ്മുടെ 15th നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ബാച്ചിന് 10% ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ആരെങ്കിലും നമ്മൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഓടി വന്നത് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. നമുക്ക് 10% ഡിസ്കൗണ്ടിൽ നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ നിങ്ങളെ അച്ഛന്റെ അമ്മന്റെ ഫോണിലൊക്കെ ആയിരിക്കും നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, അപ്പൊ സ്വന്തമായിട്ട് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ടാബ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ അതെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്റെ കുട്ടികളെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നിങ്ങളുടെ ഒരു ലിങ്ക് കാണുന്നുണ്ടാവും, ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ആണത്. സോ അതിലേക്ക് എന്റെ മക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൃഥ്വി ബാച്ചിലേക്ക് നമ്മളെ ഇനി പഠിക്കാൻ പോകുന്ന നമ്മളുടെ 5ാം ക്ലാസ്സിന്റെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ എന്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളാം. അപ്പൊ Xylem ഇനിയും ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇനി മറന്നു പോരുത്, ഇന്ന് നമ്മളുടെ മാത്സിന്റെ ഒരു കിഡിലൻ ലൈവ് ക്ലാസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ ആരും മിസ് ചെയ്യരുത്. ആ ഒരു ലൈവ് ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ.